നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഓരോ നാളും ഭാരങ്ങളെ ചുമന്നും ഓരോ ദിവസവും നന്മകൾ നൽകുകയും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവമായ കർത്താവ് നമ്മുടെ അടുക്കലെത്തിച്ചു എല്ലാ നാളുകളും ധന്യമായി തീരാൻ വചനത്താലും ആത്മാവിനാലും നമ്മളെ ശക്തരാക്കുന്ന മഹാദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വചന കേൾവിക്ക് കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ വന്ദനം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവമായ കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ ദൂതിനായി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ ആകാംക്ഷയോടെ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 16-ാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മത്തായി 14:16. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ആദ്യത്തെ ഭാഗം ഒന്നോടെ ആവർത്തിക്കാം. യേശു അവരോട്, അവർ പോകേണ്ട കാര്യമില്ല, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. കർത്താവായ യേശുവിൻ്റെ പിന്നാലെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വിവിധ ആവശ്യങ്ങൾക്കായി അടുത്തുകൂടിയ ജനം രാവിലെ തന്നെ എത്തിച്ചേർന്നവരാണ്. നേരം വൈകുന്നു, വൈകുന്നേരമാകുന്നു, മരുഭൂമിയിലാണ് സ്ഥലം. ഈ സ്ഥലത്തേക്ക് ആളുകൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്, ഒരുപാട് ആളുകൾ. ഒരു കാര്യം മോളിൽ എഴുതിയിട്ടുണ്ട്, ജനമെല്ലാം കൂടി ഒന്നിച്ച് വന്നപ്പോൾ 14-ാമത്തെ വാക്യത്തിൽ അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരോട് മനസ്സലിഞ്ഞു. ജനം വന്നപ്പോഴേ, കർത്താവിൻ്റെ അടുക്കലെത്തിയപ്പോഴേ, ദൈവത്തെ തേടി വന്നപ്പോഴേ, ദൈവപുത്രനെ അന്വേഷിച്ചിറങ്ങിയപ്പോഴേ, അവരുടെ ബിസി ഷെഡ്യൂളിനകത്ത് ആരും യഹൂദന്മാർ ഉഴപ്പിത്തള്ളിയിരിക്കുന്നവരായിരിക്കത്തില്ലെന്നാണ് അവരുടെ പാരമ്പര്യം പറയുന്നത്. അവരെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നു, ഒരു യഹൂദനും വെറുതെ ഇരുന്ന സമയം കളയുകയല്ല, ആയുസ് പാഴാക്കില്ല. ചുമ്മാ രാവിലെ ഒന്ന് കവലയിലിറങ്ങി ഉച്ചയാപ്പം തിരിച്ചു വന്നു, ഒന്ന് ഉണ്ടു, പേപ്പർ വായിച്ചു, ഒന്ന് നീണ്ടു നിവൃന്ന് കിടന്നു, വൈകുന്നേരം പിന്നെയും കവലയിൽ ചെന്നിരുന്നു, ഇച്ചിരി രാഷ്ട്രീയം പറഞ്ഞു, പിന്നെ തിരിച്ചു വന്നു, അലക്കി തേച്ച് നന്നായിട്ട് മിടുക്കനായിട്ട് ഒരു പണിയില്ലാതെ ഒരു യഹൂദനും നടക്കുകയല്ല. കാരണം ആയുസ്സും ജീവനും ദൈവം തന്നതാണെന്നും ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണെന്നും മറ്റാരേക്കാളധികം നന്നായി പഠിച്ചവരാണ് ദൈവത്തിൻ്റെ ആളുകൾ. അതുകൊണ്ട് നിങ്ങളോടും പറയുന്നു, ഒറ്റ ദിവസവും പാഴാക്കരുത്, ഒരു ദിവസം പോലും നഷ്ടമാക്കരുത്. ഒരുപക്ഷെ ശരീരം ബലഹീനമായി വീട്ടിനകത്തിരിക്കുന്ന ആളുകളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആത്മീകമായിട്ട്, ഒന്നും വേണ്ട, ഒരു ലിസ്റ്റുണ്ടാക്കി കുറേ പേർക്ക് വേണ്ടി കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം പ്രാർത്ഥിക്കാമല്ലോ. ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകളാണെങ്കിലും എന്തെല്ലാം കാര്യം ചെയ്യാം. അപ്പോൾ ഇവരാരും മെനക്കെടുന്നവരല്ല. പക്ഷേ യേശുവിനെ തേടി ഇവർ ദിവസം മാറ്റിവെച്ച് കർത്താവിൻ്റെ അടുക്ക ചെന്നപ്പോഴേ, എൻ്റെ ദൈവത്തെ തേടി എൻ്റെ കർത്താവിനെ അന്വേഷിച്ച് ചെന്നപ്പോഴേ യേശുവിന് അവരോട് മനസ്സലിവുണ്ടായി. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ കാൽപ്പാദത്തെങ്കിലേക്ക് വരുന്നത് കാണുമ്പോഴേ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നത് കാണുമ്പോഴേ എൻ്റെ ദൈവത്തിന്, എൻ്റെ കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നും. ഇതാ വ്യക്തമായ ദൃഷ്ടാന്തം. വേറൊന്നും കർത്താവ് അവിടെ എഴുതിയിട്ടില്ല, വചനം അവിടെ എഴുതിയിട്ടില്ല. അവർ വരുന്ന കണ്ടപ്പോഴേ അവരോട് മനസ്സലിവ് തോന്നി. നേരം പതുക്കെ ഇഴഞ്ഞു നീങ്ങി കർത്താവ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരമായി, മരുഭൂമി, സായാഹ്നം. ഈ സമയത്ത് ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, വളരെ രഹസ്യത്തിൽ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഇത് മരുഭൂമിയാണ്, നേരവും വൈകി, ഈ ജനത്തോട് പറ, ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി പറ എന്ന് പറയുകയും യേശു ഇടുത്തടിച്ചോലെ മറുപടി പറയുക. പെട്ടെന്ന് വൈകുന്നേരം ആയില്ലേ, ഒന്നൊന്ന് ആലോചിക്കട്ടെ, ഒന്നുമില്ല, പെട്ടെന്ന് കരുതി കൂട്ടി വെച്ചിരുന്നത് പോലത്തെ ഒരു മറുപടി. എൻ്റെ കർത്താവിനൊരു മറുപടി പറയാൻ കമ്മിറ്റി കൂടണോ, ആരോടെങ്കിലും ചോദിക്കണോ, ആലോചിക്കണോ? ഏത് കാര്യത്തിൻ്റെ മറുപടി മണിമണി പോലെ പറയാൻ കഴിവുള്ള മഹാദൈവത്തിൻ്റെ പുത്രനായ എൻ്റെ പ്രേമകാന്തനായ കർത്താവ് പറഞ്ഞ് വായടയ്ക്കുന്നതിനൊക്കെ മറുപടി പറയുക. വേണ്ട, അവർ പോകേണ്ട ആവശ്യമില്ല. അവർ പോകേണ്ട ആവശ്യമില്ല, അവരെ വിടാൻ യേശുവിന് മനസ്സില്ല. അങ്ങനെയല്ലേ പറഞ്ഞേ? അവർ പോകേണ്ട ആവശ്യമില്ല. ദേ ഡോണ്ട് നീഡ് ടു ഗോ അവേ. അവർ പോകേണ്ട ആവശ്യമില്ല.
അതിനർത്ഥം അവർ കഴിക്കുകയോ കഴിക്കാതിരിക്കുമോ നമുക്ക് എന്നാ ചെയ്യണം, അതാണോ അതിൻ്റെ അർത്ഥം? അല്ല. കുറേ കഴിയുമ്പോൾ വിശക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പൊക്കോളും, അതാണോ അർത്ഥം? അതുമല്ല. ഇവരോട് മനസ്സലിവ് തോന്നിയിരിക്കുക. അതുകൊണ്ട് വന്നു പറഞ്ഞവരോട് പറഞ്ഞു, ഈ വിഷയത്തിന്, ഏത് ഭക്ഷണമാണ് വിഷയം, ഇപ്പോഴത്തെ അവിടുത്തെ നീഡ്, ആവശ്യം ആഹാരമാണ്. ആ വിഷയത്തിന് അവർ പോകേണ്ട കാര്യം ഇല്ല. യേശു പറഞ്ഞില്ല നിങ്ങൾ പോ, നിങ്ങളിവിടെ ചുമ്മാ ഇരിക്കുകയല്ലേ, തിന്ന് ചുമ്മാ BP കയറിയിരിക്കുകയല്ലേ, കൊഴുത്തിരിക്കുകയല്ലേ, പോ നിങ്ങൾ പോയി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞോ? അതുമില്ല. നിങ്ങളും പോകണ്ട, അവരും പോകണ്ട. പക്ഷെ നിങ്ങൾ കൊടുക്കണം. ഇത് നിങ്ങൾ പോകാൻ പറഞ്ഞില്ല, അവരും പോകാൻ പറഞ്ഞില്ല. ഞാൻ ശിഷ്യഗണത്തെ പതുക്കെ മാറ്റി നിർത്തുന്നു. ഈ മനസ്സലിവ് തോന്നിയ ആളുകളെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കാൻ ഞാൻ പറയുക. യേശു അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആവശ്യത്തിന് അവർ പോകേണ്ട ആവശ്യം ഇല്ല. ഞാൻ ആഹാരത്തെയും ഭക്ഷണത്തെയൊക്കെ മാറ്റിയിട്ട് നമുക്കുള്ള ദൂത് പറയട്ടെ. ഇപ്പം നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം, ആ വിഷയത്തിന് നീ പോകേണ്ട ആവശ്യമില്ല. ഒരു സർക്കാർ ഓഫീസിൽ പോയി ഒരു കാര്യം നടത്താനെന്ന് വിചാരിച്ചു, 10 പ്രാവശ്യം പോയാൽ ചിലപ്പോൾ നടക്കുകയില്ല. പക്ഷേ യേശു നിന്നോട് മനസ്സലിവ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നീ പോകേണ്ട വരില്ല. നീ പോകാതെ തന്നെ നീ നിൽക്കുന്നിടത്ത് നിൻ്റെ കാര്യം നടത്തിത്തരും കർത്താവ്. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നു. എൻ്റെ പൊന്നേ, എന്തോരം പാടുപെട്ടാലാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. കർത്താവ് പറഞ്ഞു, നീ പോകേണ്ട വരില്ല. നീ പോകേണ്ട വരാതെ നിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം കർത്താവ് നടത്തിത്തരും. നിൻ്റെ ഒരു ആവശ്യമല്ലേ അത്, ചുമ്മാ ചില്ലിട്ട് ഭിത്തി തൂക്കി വയ്ക്കാനല്ലല്ലോ. നീ പോകാതെ ചില കാര്യത്തിന് കോടതി കയറി ഇറങ്ങിയാൽ പോലും നടക്കുകയില്ല. എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം? എത്ര കൊല്ലം കൊണ്ട് ഒരു കേസ് തീരുന്നത്? കർത്താവ് പറയുന്നു, നീ കോടതിയിലേക്ക് പോകണ്ട, എങ്ങോട്ടും പോകണ്ട. നീ പോകാതെ നിൻ്റെ കാര്യം നടത്തിത്തരും. ഞാൻ വളരെ കോൺഫിഡൻ്റായിട്ട് ഇത് പറയുന്നത്. നീ ചാടി ഇറങ്ങി കുടയും വടിയെടുത്തുകൊണ്ട് ആരാണ്ടും കൂട്ടി പിടിച്ചുകൊണ്ട് നേരെ പോയാൽ നിൻ്റെ ഊപ്പാട് വരും. നീ പോയി തളരും. അവസാനം നീ തലയൊക്കെ വെച്ച് പറഞ്ഞു, അയ്യോ ഏത് കഷ്ടകാലത്താണോ എനിക്കിത് തോന്നിയത്, ഇറങ്ങി തിരിച്ചു പോയല്ലോ എന്ന് തോന്നും. അരുത്. കർത്താവിൻ്റെ വാക്ക് കേൾക്ക്. വിശുദ്ധ മത്തായി 14-ാം അധ്യായം 16-ാം വാക്യം ഇന്നത്തെ ഡേറ്റ് അടിവരയിട്ട് പറ, നാഥ എൻ്റെ കുഞ്ഞ് പോകാതെ ഈ കാര്യം നടത്തി തരണേ, ഞാൻ പോകാതെ ഈ കാര്യം നടത്തി തരണേ. ആ പശ്ചാത്തലം മാറ്റിവെച്ചിട്ട് ആ കർത്താവിൻ്റെ വാക്കങ്ങെടുക്ക്. പോകണ്ട വരില്ലെന്ന്, അവർ പോകണ്ട ആവശ്യം ഇല്ല. അമ്മമാരെ, പിതാക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞിനെ വിവാഹം കഴിച്ചയച്ചു, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അമ്മയ്ക്ക് മനസ്സൊർ ആ ചഞ്ചലിക്കുന്നതുകൊണ്ട് പറഞ്ഞു, നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ, പോകണ്ടേ, നമുക്കൊന്ന് അവിടെ വരപ്പാം, നമുക്കൊന്ന് നമ്മുടെ കുഞ്ഞല്ലേ, നാളെ എന്തോ പറ്റുമെന്നറിയില്ല, പോകാം എന്ന് പറയുമ്പോൾ അപ്പൻ ഒരധികാരിയെപ്പോലെ 10 വട്ടം ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ പോലെ ധൃതി പിടിക്കല്ലേ, ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വിഷയമില്ലേ. ആ വിഷയത്തെ നോക്കിയിട്ട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, പോകണ്ട, നിങ്ങൾ പോയി സംസാരിച്ചാൽ ശരിയാവില്ല, നിങ്ങൾ ഇടപെട്ടാൽ ശരിയാവില്ല, നിങ്ങൾ പോയാൽ കിട്ടിയല്ല. കർത്താവ് ആ വിഷയത്തെ നോക്കി പറയുന്നു, നിങ്ങൾ പോകണ്ട വരില്ല. നിങ്ങൾ പോകാതെ തന്നെ ദൈവം ആ കാര്യം നടത്തി തരും. വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നല്ല യേശു പഠിപ്പിക്കുന്നത്. നീ പോകാതെ നിൻ്റെ കാര്യം നടത്തി തരും. നീ പോകാതെ. ഒത്തിരി പ്രാവശ്യം നീ പോയതാ, ഒത്തിരി കരഞ്ഞതാ, കാല് പിടിച്ചതാ, പലരെ കൊണ്ട് പറയിപ്പിച്ചതാ, പലരെ വിട്ട് പറയിപ്പിച്ചതാ, പലരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചതാ. ഇനിയും എന്ത് ചെയ്യണമെന്നറിയില്ല. നടത്തിയല്ലേ പറ്റൂ. എൻ്റെ പൊന്നു മോനെ, ഒന്നുകൂടെ പോടാ എന്ന് അമ്മയും അപ്പനും നിന്നോട് പറഞ്ഞിട്ട് നീ ചങ്ക് പൊട്ടിയിരിക്കുക. എനിക്ക് അങ്ങേരുടെ മുഖം കാണാൻ ഒക്കെയില്ല, എനിക്ക് അവിടെ കയറുന്നതേ എനിക്ക് വിഷമം. പേടിക്കേണ്ട മോനെ, നിന്നോട് കർത്താവിന് മനസ്സലിവ് തോന്നിയാൽ അവിടെയാണ് സംഭവം കിടക്കുന്നത് കേട്ടോ. നീ വാരിക്കുത്തി നേരെ കർത്താവിൻ്റെ മുമ്പിൽ നിന്നോട് മനസ്സലിവ് തോന്നിയാൽ, ഒരു മനുഷ്യനോട് മനസ്സലിവ് തോന്നിയാൽ നീ ഇനി ഒരുപാട് വണ്ടിക്കൂലി മുടക്കേണ്ട വരില്ല, ഒത്തിരി ചെരുപ്പ് തേക്കേണ്ട വരില്ല, ഒത്തിരി ഓട്ടോ കൂലി കൊടുക്കേണ്ടി വരികയല്ല.
നീ എവിടെയെങ്കിലും പോയി നാണം കെട്ട് ഉച്ചവെയിലും കൊണ്ട് വാടിത്തളർന്ന് മനസ്സ് തളർന്ന് നിൽക്കേണ്ടി വരില്ല. നീ പോകാതെ, അവർ പോകേണ്ട ആവശ്യമില്ല. ദേ ഡോണ്ട് നീഡ് ടു ഗോ അവേ. പോകണ്ട, നീ വീട്ടിലിരിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കാൽക്കരുന്ന് കണ്ണുനീരോടെ പറ, ഞാൻ പോകില്ല, എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ ഒത്തിരി പണം മുടക്കിയതാ, ഇനി ഞാൻ പോകില്ല. കർത്താവിനെ അറിയാലോ, ഞാൻ എഴുതി മടുത്തതാ, ഞാൻ പറഞ്ഞ് മടുത്തതാ. ഈ വചനം വെച്ച് ഈ 14-16 ബൈബിൾ നിവർത്തി മടിയിൽ വെച്ച് കൈവച്ച് കണ്ണീരോടെ പറ, ഈ വാചകം എന്നോടാ പറയുന്നതെന്ന്. ഞാൻ പോവില്ല, എൻ്റെ കർത്താവ് ഞാൻ പോകാതെ എൻ്റെ കാര്യം നടത്തിത്തരും. അതിനാരെങ്കിലും, ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, തന്നെ ആകാശത്ത് നിന്ന് കടലാസ് പറന്ന് വീട്ടുമുറ്റത്ത് വീഴത്തില്ല, ഇല്ലല്ലോ. ചുമതലപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ കാര്യം നടത്തി കൊടുക്കണം. എൻ്റെ കർത്താവ് പറഞ്ഞാൽ ഏത് ഉദ്യോഗസ്ഥനും നടത്തി തന്നിരിക്കും, ഏത് ഊറ്റൻ കക്ഷിയും. കർത്താവ് പറഞ്ഞു, എൻ്റെ പെങ്കൊച്ചിനെ അവിടേക്ക് വിടുകയല്ല, എൻ്റെ കുറുപ്രാവിനെ നിൻ്റെ മുമ്പിലേക്ക് വിടുകയല്ല, നീ കാര്യം നടത്തി കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ വഴി അവിടെ ഉണ്ടാകും, ആ മരുഭൂമിയിലുണ്ടാകും. നിങ്ങൾക്ക് ആ ചരിത്രം അറിയാലോ. അവിടെ അവർ തിന്ന് തൃപ്തരായി ബാക്കി വന്നു. അവരുടെ വിഷയം അവിടെ നടന്നു, പോകാതെ നടന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഞെക്കി പിഴിഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ദൂത് തരിക. ഇനി ഇതിന് മരുന്നില്ല, ഇനി ഇത് വെറുതെ. അവർ പറഞ്ഞ് അവിടെ ആയുർവേദമുണ്ട്, ഇവിടെ ആദിവാസി ചികിത്സയുണ്ട്, ഇതിനൊന്നും പുറകെ പോയി കാശ് കളയല്ലേ, ഒത്തിരി പോയതല്ലേ. കർത്താവിൻ്റെ കാൽക്കൽ കണ്ണുനീരോടെ ഇരുന്നിട്ട് പറ, ഇനി എനിക്ക് പോകാനൊരു സ്ഥലമില്ല, എന്നെക്കൊണ്ട് പറ്റുകയില്ല, ഞാൻ ഒറ്റയ്ക്ക് ചുമന്ന് മടുത്തു, ചോദിക്കാൻ ആരുമില്ല. അപ്പോൾ കർത്താവ് പറയും, നീ പോകണ്ട, ഇനി ഞാൻ നടത്തിത്തരാം, ഞാൻ പറഞ്ഞേക്കാം. ആരോടെങ്കിലും, ഏതെങ്കിലും പത്രോസിനോട്, ഏതെങ്കിലും യോഹന്നാനോട്, ഏതെങ്കിലും അന്ത്രയോസിനോട്, ഏതെങ്കിലും യാക്കോബിനോട് ദൈവം പറഞ്ഞോളും, അവർ നടത്തി തന്നോളും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ പലരും പറഞ്ഞു പോകാൻ പറ, അവർ ചുമ്മാ ഇരിക്കുക, പോകാൻ പറ. എൻ്റെ കർത്താവ് പറഞ്ഞു, അവർ പോകേണ്ട ആവശ്യമില്ലെന്ന്. നാഥ, അത്രയ്ക്ക് മനസ്സലിവും സ്നേഹമുള്ള എൻ്റെ പൊന്നപ്പാ, പാവപ്പെട്ട ദൈവമക്കൾക്ക് ഈ ദൂത് അച്ചട്ടായിട്ട് ഫലിക്കട്ടെ അപ്പാ. അവർ പോകാതെ കാര്യം നടക്കട്ടെ. പോകേണ്ട വരില്ല, വണ്ടിക്കൂലി മുടക്കേണ്ട വരില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ട വരില്ല. പോകാതെ കാര്യം നടക്കും, ദൈവം പ്രവർത്തിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ജനത്തിന് ഈ ദൂത് കൈമാറുന്നു. അങ്ങ് പ്രവർത്തിക്കുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കും. അങ്ങ് ആരോടെങ്കിലുമൊക്കെ പറയും. ഈ മാർച്ച് തീരുന്നതിനേക്കാൾ മുമ്പ് അത്ഭുതം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.